ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ സുമിത്രയുടെയും സിദ്ധുവിൻ്റെയും വീട്ടിലേക്ക് വരാൻ മടിച്ച് നിൽക്കുന്ന അനിരുദ്ധ് അച്ഛനെ കാണാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കാതെ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്ന അനിരുദ്ധിനെ എങ്ങനെയെങ്കിലും സുമിത്രയുടെ വീട്ടിലേക്ക് കൊണ്ടുവരുത്താനുള്ള ഒരു പരിശ്രമത്തിലാണ് സിദ്ധുവിൻ്റെ ആ കൂട്ടുകാരൻ. അച്ഛൻ ചെയ്ത കാര്യങ്ങളെല്ലാം മകൻ ആ ചേട്ടനോട് തുറന്നു പറയുന്നു. അതായത് അച്ഛൻ്റെ തന്നിഷ്ടത്തിന് അച്ഛൻ ജീവിച്ചു, ഇനി എന്തിനാ ഞങ്ങൾ അതിനെപ്പറ്റി അതിൻ്റെ പിന്നാലെ പോകുന്നേ, അച്ഛൻ്റെ നോക്കേണ്ട ആവശ്യം എനിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിരുദ്ധ് ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഒരിക്കലും മോൻ പറയരുതെന്നും അച്ഛൻ്റെ അറിവില്ലായ്മ കൊണ്ട് അച്ഛൻ്റെ കടമകൾ മറന്നു ജീവിച്ചു എന്ന് കരുതി മകനും ആ രീതിയിൽ തന്നെ ചിന്തിക്കാൻ പാടുണ്ടോ? അച്ഛനെ അങ്ങനെ മാറ്റി നിർത്തുമ്പോൾ മോൻ്റെ കടമകളൊന്ന് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ അച്ഛൻ ചെയ്ത തെറ്റുകളെല്ലാം മോനും ആവർത്തിക്കാതെ ആ കടമകൾ മോൻ്റെ കടമകൾ മോന് ചെയ്തുകൂടെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർ തമ്മിൽ പറയുക. അപ്പോൾ അത് അദ്ദേഹം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ശരിയാണ് എന്നുള്ളൊരിതിൽ നമ്മുടെ അനിരുദ്ധ് ഇങ്ങനെ ചിന്തിക്കുന്നു. എത്രയൊക്കെ ദ്രോഹങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും അത് മോൻ്റെ അച്ഛൻ തന്നെയല്ലേ എന്ന് ആ ചേട്ടൻ ചോദിക്കുന്നു. അപ്പോൾ പിന്നെ മോന് ഒന്ന് ക്ഷമിച്ചു കൊടുത്തുകൂടെ എന്നും അത് കേട്ട് കഴിഞ്ഞപ്പം അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരിതിൽ നമ്മുടെ അനിരുദ്ധ് ഇങ്ങനെ ചിന്തിക്കുക. അപ്പോൾ അനിരുദ്ധ് ശരി, അച്ഛനെ ഞാൻ കാണാനൊക്കെ വരാം, പക്ഷേ ഇനി അതിൻ്റെ പേരിൽ യാതൊന്നും എന്നോട് പറയരുതെന്നും അച്ഛൻ്റേതായ ഒരു കാര്യങ്ങളിലും ഇടപെടാനോ അല്ലെങ്കിൽ അച്ഛന് എൻ്റെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കാനോ താൻ തയ്യാറല്ലെന്നുള്ള കാര്യങ്ങൾ അനിരുദ്ധ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ തൽക്കാലം മോൻ അതൊക്കെ മനസ്സിൽ വെക്കുക, ഇപ്പോൾ അച്ഛനെ ഒന്ന് വന്ന് കാണ് എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഈ ഒരു കാര്യമാണല്ലോ. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇപ്പോൾ ഇവിടുന്ന് വീറും വാശിയുമായിട്ട് ചെല്ലുന്ന അനിരുദ്ധ് ആയിരിക്കില്ല ആ ഒരിത് എന്ന് തീർച്ചയായിട്ടും നമ്മുടെ ആ ചേട്ടൻ അറിയാം. അതുകൊണ്ട് തന്നെ ആ ചേട്ടൻ നിർബന്ധിച്ച് അനിരുദ്ധിനെ വിളിച്ചുകൊണ്ട് പോവുക. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ ചേട്ടൻ അനിരുദ്ധിനെയും കൊണ്ട് പോകുന്നു. മകൻ വരുന്നത് നോക്കി കണ്ണും നട്ടിങ്ങനെ വീട്ടിലിരിക്കുകയാണ് സിദ്ധു. അപ്പോൾ സിദ്ധുവിൻ്റെ മുഖത്തുള്ള സന്തോഷവും കാര്യങ്ങളും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സരസ്വതി അമ്മയ്ക്കും അതുപോലെ ശീതളിനും സുമിത്രയ്ക്കും ഒക്കെ ആകെ ഒരിത്, ഇതെന്താ ഇവന് ഇതുപോലെ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നേ എന്നുള്ളൊരിത്. അപ്പം തന്നെ കാണാനായിട്ട് ഒരാൾ വരുമെന്നുള്ള കാര്യം ഇദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നമ്മുടെ സിദ്ധു അത് പറയുന്നത് കേട്ടപ്പോൾ ആരാ നിന്നെ കാണാൻ അതും ഇങ്ങോട്ടേക്ക് വരുന്നത്, നീ ആരെയാ ഇങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊന്നും പറയില്ല, ആൾ വരുന്നതിന് ശേഷം മാത്രം കണ്ടാൽ മതി എന്ന് നമ്മുടെ സിദ്ധു പറയുക. അപ്പോൾ സിദ്ധു അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുമിത്രയ്ക്ക് അത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇവിടെ വന്ന് കിടക്കുന്നത് തന്നെ തൻ്റെ ഔദാര്യത്തിൽ, ഇനി വരുന്നവരെയും പോകുന്നവരെയും എല്ലാം ക്ഷണിച്ച് വീട്ടിലേക്ക് കയറ്റേണ്ട വല്ല കാര്യം ഉള്ളതാണോ എന്നങ്ങനെ നമ്മുടെ സുമിത്രയും ചിന്തിക്കുന്നു. പക്ഷേ സുമിത്ര അതങ്ങനെ എന്താ പറയുന്നത് തുറന്ന് സംസാരിച്ചോ അല്ലെങ്കിൽ സിദ്ധുവിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചോ ഒന്നുമില്ല. സുമിത്രയുടെ മനസ്സിൽ അതങ്ങനെ തളം കെട്ടി കിടക്കുവാണ്. അങ്ങനെ സുമിത്ര അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വീട്ടുമുറ്റത്തേക്ക് വണ്ടി വരുന്നു നിൽക്കുന്നു. അപ്പോൾ ഈ വഴിയിൽ നിന്നുകൊണ്ടാണ് അനിരുദ്ധും അതുപോലെ തന്നെ അദ്ദേഹവും ഇതെല്ലാം സംസാരിച്ച് തീർത്തത്. അങ്ങനെ വീട്ടിനകത്തേക്ക് കയറി വരുന്നു നമ്മുടെ അനിരുദ്ധും ആ പുള്ളിയും കൂടെ. ആ പുള്ളി ആദ്യം കയറി വന്നു. അദ്ദേഹം കയറി വന്ന് സിദ്ധുവിൻ്റെ മുന്നിൽ നിന്നപ്പോഴത്തേക്കും എന്തേ വിളിക്കാൻ പോയ ആൾ വന്നില്ലേ എന്ന് സിദ്ധു ചോദിച്ചു. അപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് സർ ദാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അനിരുദ്ധി കുറച്ചുകൂടി ആ വാതിലിൻ്റെ അരികിലേക്ക് നീങ്ങി നിന്നിട്ട് ഇങ്ങനെ ഇഷ്ടമല്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുക. മുഖത്തേക്ക് നോക്കുന്നില്ല, കീഴ്പോട്ട് തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. പെട്ടെന്നാണ് നമ്മുടെ സുമിത്ര, അപ്പോൾ തൊട്ടരികിൽ സരസ്വതിയമ്മ ശീതള എല്ലാവരും ഉണ്ട്. പെട്ടെന്നാണ് സുമിത്ര ഇങ്ങനെ വന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ കണ്ടത് തൻ്റെ മകനെ. പെട്ടെന്ന് സുമിത്രയുടെ കണ്ണുകളെ സുമിത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റാണ്ടായിപ്പോയി. വേഗം സുമിത്ര അനിരുദ്ധ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു വിളി. അപ്പോഴാണ് അനിരുദ്ധ് ഈ ഒരു ശബ്ദം കേട്ടുകൊണ്ട് നോക്കുന്നത് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അനിരുദ്ധ്. പിന്നെ അമ്മയും മോനും കൂടെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. മോനെ അനിയെന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു. അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മയെ കെട്ടിപ്പിടിക്കുന്നു. പിന്നെ കണ്ണുകളെ നിറയ്ക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹപ്രകടനങ്ങളായിരുന്നു അവിടെ. വർഷങ്ങൾക്ക് ശേഷം മരിച്ചു പോയി എന്ന് കരുതിയ അമ്മ തൊട്ടു മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അനിരുദ്ധിൻ്റെ ആ ഒരിത് എത്രത്തോളം ഉണ്ടാവും. അതുപോലെ തന്നെ താൻ കാണാൻ ഒരുപാട് ആഗ്രഹിച്ച് നടന്ന തൻ്റെ മകൻ തൊട്ടു മുന്നിൽ വന്ന് നിൽക്കുന്ന നിമിഷം സുമിത്ര എത്രത്തോളം സന്തോഷം അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ അമ്മയും മോനും കൂടി വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അമ്മയെന്ന് വിളിച്ച പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും സ്നേഹവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മയും മകനും ഒന്നിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ സിദ്ധുവിന് അതിലേറെ സന്തോഷം. കാരണം സിദ്ധുവായിട്ട് തന്നെ ഇവർക്ക് ഒന്നിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുത്തല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം സിദ്ധുവിന് ആവോളം ഉണ്ട്. സിദ്ധു വളരെ ഹാപ്പിയിൽ നിൽക്കുക. അപ്പോഴത്തേക്ക് സരസ്വതിയമ്മ അനിരുദ്ധ ആ
ഒരു ഇതിലിങ്ങനെ അനിരുദ്ധ അങ്ങനെയൊക്കെ ഇങ്ങനെ നിൽക്കും. അപ്പോഴത്തേക്ക് ചേട്ടനെ കണ്ടപ്പോഴേക്കും ശീതളിനും വളരെ സന്തോഷമായി. ശീതളും ചേട്ടാന്ന് വിളിച്ചു, മോളേന്ന് വിളിച്ചുകൊണ്ട് ശീതളിൻ്റെ അടുത്തേക്ക് അനിരുദ്ധ് ചെല്ലുന്നു. അങ്ങനെ ഇവരിതെല്ലാം കണ്ടു സന്തോഷത്തോട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ അനിരുദ്ധ് പറഞ്ഞു, അമ്മ മരിച്ചുപോയി എന്നാണ് ഈ നിമിഷം വരെ ഇത്രയും നാളെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ നിമിഷം എൻ്റെ അമ്മ ജീവനോട് ഇരിപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഈ നിമിഷമാണ് എൻ്റെ അമ്മ ജീവനോട് ഇരിപ്പുണ്ടെന്നുള്ള സത്യം ഞാൻ അറിയുന്നത് എന്നിങ്ങനെ പറഞ്ഞു. മരിച്ചുപോയ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ബലിയിടുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞു. ഇത്രയും കാലം ഞാൻ ജീവിതത്തിൽ ആരും എനിക്കിനി ഇല്ലല്ലോ, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നൊക്കെ ഓർത്ത് നെഞ്ചു പൊട്ടി കരയുകയായിരുന്നു, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ അങ്ങോട്ട് സുമിത്ര ഓരോരുത്തരുടേതായ കഥകൾ അറിയും. പ്രതീഷിൻ്റെ കാര്യങ്ങൾ അറിയും. അത് കഴിയുമ്പോൾ പ്രതീഷിനെ പുറത്തിറക്കാൻ സുമിത്ര തന്നെ മുൻകൈ എടുക്കും. അങ്ങനെയൊക്കെ ആ ഒരു ഇതൊക്കെ സ്വരമോളുടെ കാര്യങ്ങൾ അറിയും. അങ്ങനെ അറിയാനുള്ള കാര്യങ്ങളെല്ലാം അറിയും. അങ്ങനെ സുമിത്ര ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ അനിരുദ്ധ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ശീതൾ ചോദിച്ചു, ചേട്ടനോട് ആരാ പറഞ്ഞത് അമ്മ മരിച്ചു പോയെന്ന് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ദീപു അങ്കിളാണ് എന്നോട് പറഞ്ഞതെന്ന് അനിരുദ്ധ് പറയുക. അത് കേട്ടപ്പോൾ സുമിത്രയും അതുപോലെ സിദ്ധുവും ഒക്കെ ഞെട്ടി. ഇവരെല്ലാവരും അന്താളിച്ചിങ്ങനെ നിൽക്കുക. ദീപു അങ്ങനെ പറഞ്ഞോ? അതൊരിക്കലും വിശ്വസിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. ദീപു അങ്ങനെ പറയാൻ അങ്ങനെ ഒരു ചാൻസേ ഇല്ല എന്നുള്ളൊരിതിൽ ദീപു അങ്ങനെ പറഞ്ഞോ എന്ന് സുമിത്ര ഇങ്ങനെ ആ ഒരു ഭയത്തോടു കൂടി ചോദിക്കാം. ആഹാ, അവനാണോ അത് പറഞ്ഞത്? അവനത് പറയും. അവൻ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടെന്ന് എനിക്ക് നേരത്തെ തന്നെ തോന്നിയതാണെന്ന് സരസ്വതി അമ്മ അന്നേരം അവിടെ കയറി പറയുവാണ്. അവൻ പറയാതിരിക്കാനേ ഒരു ചാൻസും ഇല്ല, അവൻ പറയും എന്ന് തന്നെ സരസ്വതി. എന്നിട്ട് ഈ ദീപുവിൻ്റെ കുറേ കുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ദീപുവിന് പണി കിട്ടിയെന്നുള്ള കാര്യം ഉറപ്പായി. ദീപു ഇത്രയും കാലം കൂടെ നിന്ന് കാലുവാരുകയായിരുന്നു എന്ന് സുമിത്ര തിരിച്ചറിഞ്ഞല്ലോ. അതുമാത്രമല്ല, അപ്പോൾ എല്ലാവരും, ദീപു മാത്രമല്ല, അതുപോലെ ഈ നമ്മുടെ അനിരുദ്ധിൻ്റെ അമ്മായിമ്മ പ്രേമ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം പറയുകയാണ് നമ്മുടെ അനിരുദ്ധ്. അങ്ങനെ മറഞ്ഞിരുന്ന പല സത്യങ്ങളും മറനീക്കി പുറത്തു വരുന്നു. അനിരുദ്ധ് പറഞ്ഞ പല സത്യങ്ങളും കേട്ട് നമ്മുടെ സുമിത്ര അന്താളിച്ചിങ്ങനെ നിൽക്കുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് അമ്മയും മകനും ഒന്നിച്ച സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ശത്രുക്കൾക്കൊന്നും അധികം ആയുസില്ല. അമ്മയോട് കഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അനിരുദ്ധ് ഇനി എനിക്ക് എൻ്റെ അമ്മയുണ്ടല്ലോ, ഇനി എനിക്ക് ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല, എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു കിട്ടി എന്നും പറഞ്ഞുകൊണ്ടാണ് അനിരുദ്ധ് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ആ കാര്യവും കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. എന്തായാലും വളരെ ഹാപ്പിയായി ആ കുടുംബം. അപ്പോൾ അനിരുദ്ധിനെ തൻ്റെ മുന്നിൽ എത്തിച്ചത് സിദ്ധുവാണെന്നുള്ള കാര്യം സുമിത്രയ്ക്ക് മനസ്സിലായി. അപ്പോൾ ഒരു നന്ദി എന്നുള്ള രീതിയിൽ സുമിത്ര ഇടയ്ക്കിടയ്ക്ക് സിദ്ധുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അത് സിദ്ധുവിന് മനസ്സിലായി. സുമിത്ര ഒരു നന്ദി പ്രകടനത്തിനുള്ള എന്തൊക്കെയോ ഒരു ഇതാണ് കാണിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ സിദ്ധു ഇങ്ങനെ അതും ചെറു പുഞ്ചിരിയോടുകൂടി തന്നെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ സുമിത്ര അനിരുദ്ധുമായി കണ്ട് സംസാരിച്ചതിന് ശേഷം നേരെ അടുത്തേക്ക് ചെന്നിട്ട് സിദ്ധുവിനോട് നന്ദി പറയണം. ഒരുപാട് നന്ദിയുണ്ട്, ഞാൻ ഇത്രയും നാളും തേടി നടന്ന് എൻ്റെ മകനെ എൻ്റെ മുന്നിൽ എത്തിച്ച് തന്നതിന് എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ എന്നെക്കൊണ്ട് ഇത്രയ്ക്കൊക്കെയല്ലേ സുമിത്രയെ കഴിയുകയുള്ളൂ. തന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ, എന്നോടും താൻ മരിച്ചു പോയെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അനിരുദ്ധാണ് അത് പറഞ്ഞത്. അപ്പോൾ അനിരുദ്ധ അറിഞ്ഞിരുന്ന കാര്യങ്ങളത് അമ്മ മരിച്ചു എന്നുള്ള ആ ഒരു ഇതിൽ അച്ഛനെ കണ്ടപ്പോൾ അച്ഛനോടും പറഞ്ഞു. പക്ഷേ തന്നെ ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിയതുപോലെ തന്നെയാണ് ഇപ്പം അനിരുദ്ധം തന്നെ കണ്ടപ്പോൾ ഞെട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം നമ്മുടെ സിദ്ധു. എന്തായാലും ഇവരെല്ലാവരും ഒന്നിച്ചതും ഇവിടെ വെച്ച് പരസ്പരം കണ്ടതുമായ കാര്യങ്ങളൊന്നും ദീപുവോ അല്ലെങ്കിൽ രഞ്ജിതയോ ആരും അറിഞ്ഞിട്ടില്ല. പ്രേമയോ ഇവരാരും അറിഞ്ഞിട്ടില്ല. ഇവരെല്ലാവരും അറിയുമ്പോൾ ഒരു അറ്റാക്ക് തന്നെ ഉണ്ടാകും, അത് 100% ഉറപ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ ദീപുവിന് നാട് വിട്ടാൽ മതി. ദീപു ആണെന്നുണ്ടെങ്കിൽ അവിടെ രഞ്ജിതയുടെ മകൻ പങ്കജിന് വേണ്ടി പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുക, പട്ടി പണിയെടുക്കണ പോലെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. പൂജയെയും പങ്കജിനെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മകൻ്റെ ഇഷ്ടം പോലും നോക്കാതെ അങ്ങനെ ആ ഒരു രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക. അതിൻ്റെ ഇടയ്ക്കാണ് ഇനിയിപ്പം ഈ സത്യങ്ങളെല്ലാം പുറത്തു വരുന്നത്. ഈ സത്യങ്ങളെല്ലാം കൂടെ പുറത്തു വന്നു കഴിഞ്ഞു എന്ന് ഇയാൾ അറിഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും ദീപുവിൻ്റെ അവസ്ഥ? അതൊരു 1.5 ഇൻ്റർനാഷണൽ കളിയായിരുന്നു എന്ന് ഇവർ തിരിച്ചറിഞ്ഞു എന്ന് അവനറിഞ്ഞു കഴിയുമ്പോൾ നാടുപിടിക്കുകയാണോ ആത്മഹത്യ ചെയ്യുകയാണോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും.
അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. സി അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.